Good evening all. Welcome back to the session. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജെറൻഡ്സ്, ഇൻഫിനിറ്റീവ്സ്, പാർട്ടിസിപ്പിൾസ് ഇവയുടെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് വിത്ത് എക്സാമ്പിൾ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ചെയ്യണം എന്നുള്ളത് കഴിഞ്ഞ ദിവസം ലൈവിൽ ജോയിൻ ചെയ്ത നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ മൂവ് ചെയ്യാണ് ഇന്ന്. ഞാനിവിടെ നൗണിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു ജെറൻഡ് അതേപോലെ തന്നെ ഇൻഫിനിറ്റീവ് ഇവയ്ക്ക് നൗണിൻ്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും എന്ന്. ഈ ജെറൻഡ് എന്ന് പറയുന്നത് എന്താണ്? വെർബിൻ്റെ ING ഫോമാണ്. ഓക്കെ, 2 പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബിനെയാണ് ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ജെറൻഡ് അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് ഇവ എങ്ങനെയാണ് നൗണായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാണ്, ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം തന്നെയാണത്. വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. അതിൽ വാക്കിംഗ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. വാക്കിംഗ് എന്നതാണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്. വാക്കിംഗ് എന്നത് വെർബ് അല്ല. തോന്നിയേക്കാം അത് വെർബാണെന്നുള്ളത്. ഒരു ഓക്സിലിയറി വെർബ് കഴിഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് വെർബ് എന്ന് വിളിക്കാം. പക്ഷെ ഇവിടെ വാക്കിംഗ് നൗൺ ആണ്. അതായത് ജെറൻഡ് ഫോം നൗൺ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ജെറൻഡ് ആസ് സബ്ജക്റ്റ് എന്ന് ബ്രാക്കറ്റിൽ ഇട്ടത്. ഷീ എൻജോയ്സ് റീഡിങ്. അവിടെ ഷീ സബ്ജക്റ്റ് ആണ്, എൻജോയ്സ് ആണ് വെർബ്, റീഡിങ് എന്നത് ഒബ്ജക്റ്റ് ആണ്. എന്താണ് അവൾ എൻജോയ് ചെയ്യുന്നത്? റീഡിംഗ് ആണ് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ ആ വാട്ട് എന്ന ക്വസ്റ്റ്യന് ആൻസർ തരുന്ന ഭാഗമാണ് നമ്മൾ അവിടെ ഒബ്ജക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയി നിൽക്കുന്നതാണ് ജെറൻഡ്. മൈ ഫേവറേറ്റ് ഹോബി ഈസ് കുക്കിംഗ്. മൈ ഫേവറേറ്റ് ഹോബി എന്നതാണ് ഇതിലെ സബ്ജക്റ്റ്. ഈസ് വെർബാണ്, ഈസ് മാത്രമാണ് വെർബ്. ഇനി ആ ഫേവറേറ്റ് ഹോബി എന്താണ്? കുക്കിംഗ് ആണ്. അപ്പോ സബ്ജക്റ്റിന്റെ കോംപ്ലിമെന്റ് ആണ്. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് കഴിഞ്ഞ് ഒരു ലിങ്കിങ് വെർബ്. ലിങ്കിങ് വെർബ് എന്ന് പറയുന്നത് ഇപ്പം ഈസ്, അതേപോലെ ആം, അതുപോലെ ആർ, അതുപോലെ വാസ്, വേർ ഇവയെയൊക്കെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവയെ നമ്മൾ ലിങ്കിങ് വെർബ് എന്നാണ് വിളിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഷീ ഈസ് എ ടീച്ചർ. അവിടെ ഷീ എന്ന സബ്ജക്റ്റ് കഴിഞ്ഞ് ഈസ് എന്ന ലിങ്കിങ് വെർബ് കഴിഞ്ഞ് ഞാൻ ടീച്ചർ എന്ന് വെച്ചിരിക്കുന്നു. അപ്പൊ ടീച്ചർ എന്നത് അതിൽ എന്താണ്? സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് എപ്പോഴാണ് നമ്മൾ പറയുന്നത്? ലിങ്കിങ് വെർബ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ലിങ്കിങ് വെർബ് ആയിട്ടുള്ള ഈസ് കഴിഞ്ഞ് വന്നിട്ടുള്ളത് ഏതാണ്? കുക്കിംഗ് എന്നുള്ള ജെറൻഡ് ആണ്. അപ്പൊ അതിനെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്ന് വിളിക്കാം. ഇനി അടുത്ത നോക്കിയാൽ ഐ സോ സാം ഡ്രോയിങ് എ ന്യൂ പിക്ചർ. ഇവിടെ ഐ സബ്ജക്റ്റ് ആണ്, സോ വെർബ് ആണ്, സാം ഒബ്ജക്റ്റ് ആണ്. സാം എന്ത് ചെയ്യുന്നത് കണ്ടു? ഡ്രോയിങ് എ ന്യൂ പിക്ചർ. അപ്പൊ സാം എന്ന ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന പാർട്ടാണ് ഡ്രോയിങ് എ ന്യൂ പിക്ചർ എന്നുള്ളത്. അതില് ഈ ഡ്രോയിങ് എന്നത് ജെറൻഡ് ആണ്. ഡ്രോയിങ് എ ന്യൂ പിക്ചർ എന്നതിനെ മൊത്തത്തിൽ ജെറൻഡ് ഫ്രേസ് എന്ന് വിളിക്കാം. അതിൽ ജെറൻഡ് പാർട്ടാണ് ഡ്രോയിങ് എന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്ന പാർട്ടായിട്ട്, ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ടാണ് ജെറൻഡ് ഫ്രേസിനെ മനസ്സിലാക്കേണ്ടത്. അതിൽ ഇമ്പോർട്ടന്റ് പാർട്ടാണ് ജെറൻഡ്. They are interested in improving themselves. അവിടെ നോക്കിയാൽ in improving, in എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഇവിടെ improving എന്നുള്ള ജെറൻഡ് ഉണ്ട്. അതുകൊണ്ട് ആ പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ടാണ് ജെറൻഡ് ഉള്ളതെന്നുള്ളത് കൊണ്ട് അതിനെ ഓബ്ജക്റ്റ് ഓഫ് ദ പ്രിപ്പോസിഷൻ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് ജെറൻഡ് എങ്ങനെ നൗൺ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. ഒരു നൗൺ എങ്ങനെയൊക്കെ ഫംഗ്ഷൻ ചെയ്യും? സബ്ജക്റ്റ് ആവും, ഒബ്ജക്റ്റ് ആവും, സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആവും,
ഷീ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നുള്ള നൗൺ ആണ് അവിടുത്തെ സബ്ജക്റ്റ് കോംപ്ലിമെന്റ്. പിന്നെ ഒബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആവും, അതേപോലെ ഒബ്ജക്റ്റ് ഓഫ് പ്രിപ്പോസിഷൻ ആവും. അങ്ങനെ നൗൺ ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും ഈ ജെറണ്ടിനും ഇൻഫിനിറ്റീവിനും ചെയ്യാൻ പറ്റും. അതിലിപ്പോ ജെറണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻഫിനിറ്റീവിലോട്ട് വരാം. ടു എയർ ഇസ് ഹ്യൂമൻ. ഇവിടുത്തെ സബ്ജക്റ്റ് ടു എയർ എന്നതാണ്. ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ് ഇൻഫിനിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ ഇവിടെ ടു എയർ എന്നത് സബ്ജക്റ്റും ഈസ് വേർബും ആണ്. അപ്പൊ അവിടെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഇൻഫിനിറ്റീവാണ്. അപ്പൊ ആ ഇൻഫിനിറ്റീവിന് അവിടെ നൗണിന്റെ ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് എക്സാമ്പിൾ എടുത്താൽ വി ഡിസൈഡഡ് ടു ഗോ ഔട്ട്. അതിൽ വി സബ്ജക്റ്റ് ആണ്, ഡിസൈഡഡ് വേർബ് ആണ്, ടു ഗോ ഔട്ട്. ഗോ ഔട്ട് ഫ്രേസൽ വെർബാണ്. അതിനെ ടുവിനോട് ചേർത്ത് ഇൻഫിനിറ്റീവ് ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. എന്താണ് ഡിസൈഡ് ചെയ്തത്? ടു ഗോ ഔട്ട്. അപ്പൊ അവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് ഈ ഇൻഫിനിറ്റീവ്. മൈ ഗ്രേറ്റസ്റ്റ് വിഷ് ഈസ് ടു സ്റ്റഡി എബ്രോഡ്. ഇവിടെ മൈ ഗ്രേറ്റസ്റ്റ് വിഷ് എന്ന സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഈസ് എന്നത് ലിങ്കിങ് വെർബാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ലിങ്കിങ് വെർബ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തെ നമ്മൾ എന്തുവാ പറയുന്നത്? കോംപ്ലിമെന്റ്, സബ്ജക്റ്റ് കോംപ്ലിമെന്റ് എന്നാണ് പറയുന്നത്. അതനുസരിച്ച് ടു സ്റ്റഡി എബ്രോഡ് എന്നത് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആണ്. അതായത് മൈ ഗ്രേറ്റസ്റ്റ് വിഷ് അതെന്താണ് എന്ന് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യുന്ന പാർട്ടാണ് ടു സ്റ്റഡി അബ്രോഡ് എന്നുള്ളത്. അപ്പോ ടു സ്റ്റഡി എന്ന് മാത്രമല്ല എബ്രോഡ് എന്നുള്ളത് കൂടി ചേരുന്നത് കൊണ്ട് ആ ഒരു 3 വേർഡ്സിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? ഒരു ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് വിളിക്കാം. കാര്യം ഇൻഫിനിറ്റീവ് ആയിട്ടുള്ള ടു സ്റ്റഡി മാത്രമല്ല, അതിനോട് ചേർന്ന് അബ്രോഡ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ് സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് നിൽക്കുന്നത്. The headmaster allowed the students to leave early. അടുത്തത് നോക്കിയാലും സിമിലർ എക്സാമ്പിൾ ആണ്. ഇവിടെ the headmaster സബ്ജക്റ്റ് ആണ്, allowed verb ആണ്, the students ഒബ്ജക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ് the students. To leave early എന്നുള്ളത് എന്താണ്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. അതായത് ഹെഡ്മാസ്റ്റർ ആരെയാണ് അലൗ ചെയ്തത്? സ്റ്റുഡൻസിനെയാണ്. എന്തിനാണ് അലൗ ചെയ്തത്? ടു ലീവ് ഏർലി. ടു ലീവ് ഏർലി എന്നുള്ള ഈ ഇൻഫിനിറ്റീവ് ഫ്രേസ് ഇവിടെ എന്തായി നിൽക്കുന്നു? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയി നിൽക്കുന്നു. The program is about to begin. അവിടെ about എന്നുള്ള പ്രിപ്പോസിഷനെ കഴിഞ്ഞാണ് ടു ബിഗിൻ എന്ന് വരുന്നത്. ഇങ്ങനെ ഒരു സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമ്മീഡിയറ്റ് ആയ ഒരു സമയത്ത് നടക്കാൻ പോകുന്ന കാര്യം. പ്രോഗ്രാം ദാ ഇപ്പൊ വളരെ അടുത്ത സമയത്ത് തുടങ്ങാൻ പോകുന്നു, അങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ദ പ്രോഗ്രാം ഈസ് അബൌട്ട് ടു ബിഗിൻ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ അബൌട്ട് എന്നുള്ള പ്രിപ്പോസിഷനെ കഴിഞ്ഞാണ് ടു ബിഗിൻ എന്നുള്ള ഇൻഫിനിറ്റീവ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെ ഞാൻ എന്ത് വിളിച്ചു? ഒബ്ജക്റ്റ് ഓഫ് പ്രിപ്പോസിഷൻ ആണ് ആ ഇൻഫിനിറ്റീവ് എന്ന് വിളിച്ചു. അപ്പോൾ ഒരു നൗണ് ചെയ്യുന്ന എല്ലാ ഫംഗ്ഷനും ഇൻഫിനിറ്റീവിനും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് ഫ്രേസിനും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നേരത്തെ നമ്മൾ ജെറണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ING. അതെങ്ങനെയാണ് നൗണായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ജെറണ്ട് ഫ്രേസ് നോക്കാം. ജെറണ്ട് ഫ്രേസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ജെറണ്ട് ആയിരിക്കും ഒരു പാർട്ട്, പിന്നെ അതിനോട് കൂടി നൗണ്, അങ്ങനെയുള്ള കോമ്പിനേഷൻ വരും. കുക്കിംഗ് ഡെലീഷ്യസ് മീൽസ് ഫോർ മൈ ഫാമിലി ബ്രിങ്സ് മീ ജോയ്. ഇവിടെ സബ്ജക്റ്റിനെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. കുക്കിംഗ് ഇതിലെ ജെറണ്ടാണ്. കുക്കിംഗ് മാത്രമല്ല ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കുക്കിംഗ് ഡെലീഷ്യസ് മീൽസ് ഫോർ മൈ ഫാമിലി, ഈ ജെറണ്ട് ഫ്രേസ് മൊത്തത്തിൽ എന്താണ്? സബ്ജക്റ്റ് ആണ്. അപ്പോ ഈ ഫ്രേസിന്റെ ഭാഗമായിട്ട് ഡെലീഷ്യസ് എന്നുള്ള അഡ്ജക്റ്റീവ് ഉണ്ട്, മീൽസ് എന്ന നൗൺ ഉണ്ട്, ഫോർ എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്, മൈ എന്നുള്ള പൊസസീവ് കേസ് ഉണ്ട്, പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്,
ഫാമിലി അഗെയിൻ ഒരു നൗൺ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഒരു ഫ്രേസ്, ജെറണ്ട് ഫ്രേസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ ഒരു ജെറണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ജെറണ്ട് ഫ്രേസിനും നൗണിന്റെ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബ്രാക്കറ്റില് ആസ് സബ്ജക്റ്റ് എന്ന് ഇട്ടത്. ഒരു നൗൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് ആ സെന്റൻസില് ആ ഒരു ജെറണ്ട് ഫ്രേസ് ചെയ്തത്. The thing she hated most about working days was getting up early. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും സബ്ജക്റ്റ് എത്ര ഭാഗമാണ്. The thing she hated most about working days, ഇത്രയും പാർട്ട് സബ്ജക്റ്റ് ആണ്. അതായത് സബ്ജക്റ്റിന്റെ ഭാഗമായി നിൽക്കുന്നത് ഒരു നൗൺ ക്ലോസ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ അതിനെ ക്ലോസ് എന്ന് വിളിച്ചത്? ഇതില് വെർബിന്റെ പാർട്ട് കൂടി ഉണ്ട്. The thing she hated, ഇവിടെ hated എന്നുള്ളത് വെർബാണ്. പക്ഷേ സെന്റൻസിലെ മെയിൻ വെർബ് എന്ന് പറയുന്നത് ഈ ക്ലോസിനകത്തെ വെർബല്ല, പിന്നെയോ was എന്നുള്ള ലിങ്കിങ് വെർബാണ്. ഈ ലിങ്കിങ് വെർബാണ് ഈ സെന്റൻസിന്റെ മെയിൻ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, സബ്ജക്റ്റിന്റെ സ്ഥാനത്തുള്ളത് ഒരു ക്ലോസ് ആണ്, ആ ക്ലോസിനകത്തുള്ളത് ഒരു വെർബ്. ആ വെർബ് ഞാൻ ജസ്റ്റ് ഇവിടെ പോയിന്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സെന്റൻസിന്റെ മെയിൻ വെർബായിട്ടുള്ള ലിങ്കിങ് വെർബ് was എന്നുള്ളതാണ്. അപ്പൊ ആ ലിങ്കിങ് വെർബ് കഴിഞ്ഞു കാണുന്ന ഭാഗം ഏതാണ്? ഗെറ്റിംഗ് അപ്പ് ഏർലി എന്നുള്ളതാണ്. അപ്പൊ ആ ഗെറ്റിംഗ് അപ്പ് ഏർലി എന്നുള്ളത് ഒരു ജെറണ്ട് ഫ്രേസ് ആണ്. അതിൽ ഗെറ്റിംഗ് അപ്പ് എന്നുണ്ട്, ഏർലി എന്നുമുണ്ട്. അപ്പൊ അതെന്തായിട്ട് നിൽക്കുന്നു? സബ്ജക്റ്റ് കോംപ്ലിമെന്റ് ആയിട്ട് നിൽക്കുന്നു. ബിക്കോസ് ഇറ്റ് ഈസ് ഫോളോഡ് ബൈ എ ലിങ്കിങ് വെർബ്. സബ്ജക്റ്റിനെ കംപ്ലീറ്റ് ചെയ്യുന്നത്, സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നത്, ഒരു ലിങ്കിങ് വെർബിനെ ഫോളോ ചെയ്ത് വരുന്നത്, ഇങ്ങനെയൊക്കെ സബ്ജക്റ്റ് കോംപ്ലിമെന്റിനെ മനസ്സിലാക്കി വെക്കാം. They hate mowing the lawn. ഇവിടെ സബ്ജക്റ്റ് they ആണ്, വെർബ് hate ആണ്. ഇനി എന്താണ് അവർ ഹേറ്റ് ചെയ്യുന്നത്? അതിനുള്ള ഉത്തരമല്ലേ നമുക്ക് മൂവിങ് ദ ലോൺ എന്നുള്ള പാർട്ട് തരുന്നേ? അത് ഒബ്ജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ ജെറണ്ട് ഫ്രേസ് ആയിട്ടുള്ള GP എന്ന് ഞാൻ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ജെറണ്ട് ഫ്രേസ് ആയിട്ടുള്ള മൂവിങ് ദ ലോൺ ആണ് അവിടെ ഒബ്ജക്റ്റ് ആയി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ വേർബിനെ കഴിഞ്ഞുള്ള ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഹോളിഡേയ്സ് ആർ പെർഫെക്റ്റ് ഫോർ വിസിറ്റിംഗ് ഫാമിലി. അവിടെ ഫോർ എന്ന പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ടാണ് വിസിറ്റിംഗ് ഫാമിലി എന്നുള്ള ജെറണ്ട് ഫ്രേസ് ഉള്ളത്. ആ ജെറണ്ട് ഫ്രേസിനെ ഈ ഒരു പ്രിപ്പോസിഷൻ കഴിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഓഫ് പ്രിപ്പോസിഷൻ എന്ന് നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോ ജെറണ്ട് ഫ്രേസും നൗണിന്റെ ഫംഗ്ഷൻ ചെയ്യും എന്നുള്ളതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇത്രയും പറഞ്ഞ്. ഇനി നമുക്ക് ഇൻഫിനിറ്റീവ് ഫ്രേസ് നോക്കാം. ഇപ്പൊ ഇൻഫിനിറ്റീവ് നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് നൗണിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു. ഇനി ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ്. ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഇൻഫിനിറ്റീവിനോട് കൂടി മറ്റ് വേർഡ്സ് കൂടി ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിൽ ഒരു ഭാഗം ഇൻഫിനിറ്റീവ് ആയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഫിനിറ്റീവ് ഫ്രേസ് എന്ന് വിളിക്കും. ടു സീ ഹർ ഡെയിലി ഈസ് എ പ്രിവിലേജ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ടു സീ ഹർ ഡെയിലി എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ടു സീ എന്നത് ഇൻഫിനിറ്റീവ് പാർട്ടാണ്, ഹർ എന്നുണ്ട്, ഡെയിലി എന്നുണ്ട്, ഇത്രയും ചേർന്നതാണ് ആ ഫ്രേസ്. അപ്പോ അതിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ടാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഇൻഫിനിറ്റീവ് ഫ്രേസ് ഈ സെന്റൻസിൽ ചെയ്യുന്നത് നൗണിന്റെ ഫംഗ്ഷൻ ആണ്. വി വാണ്ട് ടു ബൈ ആൻ ഇലക്ട്രിക് കാർ. ഇവിടെ വി സബ്ജക്റ്റ് ആണ്, വാണ്ട് ആണ് വേർബ്. ഇനി എന്താണ് ആഗ്രഹിക്കുന്നത്? ടു ബൈ ആൻ ഇലക്ട്രിക് കാർ. അതില് ടു ബൈ എന്നത് ഇൻഫിനിറ്റീവ് ആണ്, ആൻ ഇലക്ട്രിക് കാർ അത്രയും പാർട്ട് കൂടി ഉണ്ട്. അതെല്ലാം ചേർന്ന് ആ സെന്റൻസിൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ബിക്കോസ് അത് വാണ്ട് എന്നുള്ള വേർബിനെ കഴിഞ്ഞ് എന്താണ് ആവശ്യം അതാണല്ലോ അവിടെ ഉത്തരം കിട്ടുന്നത് നമുക്ക് ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ. ദാറ്റ് മീൻസ് അത് ഒബ്ജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ അവിടെയും ഇൻഫിനിറ്റീവ് ഫ്രേസ് നൗണിന്റെ ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. The person to blame is me. ഇവിടെ the person കഴിഞ്ഞാണ് to blame എന്ന് വന്നിട്ടുള്ളത്. അതായത് എങ്ങനെയുള്ള പേഴ്സൺ ആണ്?
ബ്ലെയിം ചെയ്യപ്പെടേണ്ട പേഴ്സൺ ആണ്. അപ്പോ ആ പേഴ്സൺ എന്നുള്ള നൗണിന്റെ മോഡിഫയർ ആയിട്ടാണ് ടു ബ്ലെയിം എന്ന ഇൻഫിനിറ്റീവ് അവിടെ വർക്ക് ചെയ്യുന്നത്, ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് ഞാൻ അവിടെ കൊടുത്തത് ആസ് അഡ്ജക്റ്റീവ് ദാറ്റ് മോഡിഫൈസ് ദ പേഴ്സൺ. ഇപ്പൊ അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു ഫ്രേസിനെ വിളിക്കുക എപ്പോഴാണ്? ആ വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ഒരു നൗണിന്റെ മോഡിഫയർ ആയി നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രോനൗണിന്റെ മോഡിഫയർ ആയി നിൽക്കുമ്പോഴാണ്. ഇപ്പൊ നൗണിന്റെ മോഡിഫയർ ആയത് ദ പേഴ്സൺ. എങ്ങനെയുള്ള പേഴ്സൺ ആണ്? ബ്ലെയിം ചെയ്യപ്പെടേണ്ട പേഴ്സൺ. അപ്പൊ അവിടെ ടു ബ്ലെയിം എന്ന ഇൻഫിനിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഷീ ഈസ് വർക്കിംഗ് ഹാർഡ് ടു ഏൺ മണി. ഇവിടെ എന്തായിട്ടാണ് ഇൻഫിനിറ്റീവ് ഫങ്ഷൻ ചെയ്തത്? അഡ്വർബ് ആയിട്ടാണ്. എന്തുകൊണ്ട്? ഹാർഡ് വർക്ക് ചെയ്യുന്നു. ഷീ ഈസ് വർക്കിംഗ് ഹാർഡ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടി വർക്ക് ചെയ്യുന്നു? ടു ഏൺ മണി. അതാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ടെലിംഗ് us why she is working hard. അപ്പോ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ റീസൺ, ആ സെൻസിൽ നമുക്ക് അതിനെ അഡ്വർബ് ആണെന്ന് മനസ്സിലാക്കണം. അഡ്വർബ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ടു ഏൺ മോർ മണി എന്നുള്ള ഇൻഫിനിറ്റീവ് ഫ്രേസ് ആണ്. അതില് ടു ഏൺ എന്നത് ഇൻഫിനിറ്റീവ് ആണ്, ബാക്കി മോർ മണി ഈ വാക്കുകളും കൂടെ ചേരുന്ന ഒരു ഫ്രേസ് അതാണ്. I have some jeans to wash. ഇവിടെ ജീൻസ് എന്നുള്ള നൗണിന്റെ മോഡിഫയർ, അതായത് അഡ്ജക്റ്റീവ് ആയിട്ടാണ് ടു വാഷ് എന്നുള്ള ഇൻഫിനിറ്റീവ് ആക്ട് ചെയ്യുന്നത്. അവിടെ ജസ്റ്റ് ടു വാഷ് എന്നേ ഉള്ളൂ, ഇൻഫിനിറ്റീവ് എന്നേ ഉള്ളൂ, ഇൻഫിനിറ്റീവ് ഫ്രേസ് ഇല്ല. We must carefully observe to understand. അവിടെയും ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഇൻഫിനിറ്റീവേ ഉള്ളൂ. അത് അഡ്വർബ് ആയിട്ടാണ് നിൽക്കുന്നത്. ഏത് വെർബിന്റെ മോഡിഫയർ ആണ്? വി മസ്റ്റ് കെയർഫുള്ളി ഒബ്സർവ്. അതായത് ഒബ്സർവ് ചെയ്യുന്നതിന്റെ പർപ്പസ്, എന്തിനു വേണ്ടി ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീസൺ, എന്തിനു വേണ്ടി ഒബ്സർവ് ചെയ്യുന്നു, അതിനുള്ള ആൻസർ ആണ് ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഇൻഫിനിറ്റീവ് തരുന്നത്. സോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വെർബിന്റെ മോഡിഫയർ ആണ്. എന്ന് വെച്ചാൽ ഒബ്സർവ് എന്നുള്ള വേർബിനെയാണ് അത് മോഡിഫൈ ചെയ്യുന്നത്. എന്തിനു വേണ്ടി ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ള ആൻസർ തരുമ്പോൾ നമ്മൾ അതിനെ എന്ത് മനസ്സിലാക്കണം? വേർബിന്റെ മോഡിഫയർ ആണ്. വേർബിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ തരുന്നതാണ്. ദാറ്റ് മീൻസ് അത് അഡ്വർബ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു ബി പേഷ്യന്റ്. അവിടെ സെന്റൻസ് നോക്കിയാൽ ഇറ്റ് സബ്ജക്റ്റ് ആണ്, ഈസ് ലിങ്കിങ് വെർബ് ആണ്, ഇമ്പോർട്ടന്റ് എന്നത് അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവിനെ ഫോളോ ചെയ്താണ് ഇവിടെ ടു ബി എന്ന ഇൻഫിനിറ്റീവ് വന്നിരിക്കുന്നത്. അവിടെ അത് അഡ്ജക്റ്റീവിന് ശേഷം യൂസ് ചെയ്തിരിക്കുന്ന ഇൻഫിനിറ്റീവ് എന്നാണ് ആഫ്റ്റർ ആൻ അഡ്ജക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇറ്റ് ഈസ് വണ്ടർഫുൾ ടു ഹാവ് ക്ലോസ് ഫ്രണ്ട്സ്. അവിടെ എന്താണ് സംഭവിച്ചത്? സെയിം കാര്യമാണ്. വണ്ടർഫുൾ എന്നത് ഇവിടെ അഡ്ജക്റ്റീവ് ആണ്. ആ അഡ്ജക്റ്റീവിന് ശേഷമാണ് ടു ഹാവ് എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെയും ഇൻഫിനിറ്റീവ് വരുന്നത് അഡ്ജക്റ്റീവിന് ശേഷമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഇൻഫിനിറ്റീവിനെയോ ഇൻഫിനിറ്റീവ് ഫ്രേസിനെയോ യൂസ് ചെയ്യാം. ഇനി നോക്കാനുള്ളത് പാർട്ടിസിപ്പിൾസ് ആണ്. പാർട്ടിസിപ്പിൾസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ഉണ്ട്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ING ഫോമിനെ തന്നെയാണ്. അതായത് വെർബിന്റെ ING ഫോമിനെ തന്നെയാണ് പാർട്ടിസിപ്പിൾ, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പാർട്ടിസിപ്പിൾ നമ്മൾ ഈ ING ഫോമിലുള്ളതിനെ ജെറണ്ട് എന്നും പാർട്ടിസിപ്പിൾ എന്നും വിളിക്കും. പക്ഷെ ജെറണ്ടിന്റെ ഫംഗ്ഷൻ വേറെയാണ്, പാർട്ടിസിപ്പിളിന്റെ ഫംഗ്ഷൻ വേറെയാണ്. ജെറണ്ടിന്റെ ഫംഗ്ഷൻ നൗൺ ആയിട്ടാണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പിളിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഐ ബോട്ട് എ വാഷിംഗ് മെഷീൻ. ഇവിടെ ഐ സബ്ജക്റ്റ് ആണ്, ബോട്ട് വേർബ് ആണ്. എ വാഷിംഗ് മെഷീൻ, അതില് മെഷീൻ എന്നുള്ള നൗണിന്റെ മോഡിഫയർ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ആണ് വാഷിംഗ് എന്നുള്ളത്. ഞാൻ വാങ്ങിച്ചത് എന്താണ്? എ വാഷിംഗ് മെഷീൻ. അതിലെ മെഷീൻ ആണ് നൗൺ. അതിനു മുൻപുള്ള വാഷിംഗ് എന്നുള്ള വേർഡ് ആ നൗണിന്റെ മോഡിഫയർ ആണ്.
എങ്ങനെയുള്ള മെഷീനാണ് അല്ലെങ്കിൽ എന്തിനുള്ള മെഷീനാണ്? വാഷിങ്ങിനുള്ള മെഷീനാണ്. അതുകൊണ്ടാണ് വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വാഷിംഗ് എന്നുള്ള പ്രസന്റ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്നു. വി ആർ ഈറ്റിംഗ് ലഞ്ച്. അവിടെ ഞാൻ ഈറ്റിംഗ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ആസ് പാർട്ട് ഓഫ് ദ വേർബ് എന്ന് മാർക്ക് ചെയ്തിട്ടുമുണ്ട്. അതായത് പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഇതിലൊക്കെ മെയിൻ വെർബിനെ നമ്മൾ ING ഫോമിലല്ലേ ഉപയോഗിക്കാറ്. ഇപ്പൊ ആ സെന്റൻസ് നോക്കിയാൽ വി ആർ ഈറ്റിംഗ് ലഞ്ച്, അതിലെ വെർബ് ഏതാണ്? ആർ ഈറ്റിംഗ് എന്നതാണ്. അതില് ഈറ്റിംഗ് എന്നത് മെയിൻ വെർബ്, അതിന്റെ ING ഫോമിൽ നിൽക്കുന്നു. അപ്പോ ഈ വരുന്ന കണ്ടിന്യൂസ് ടെൻസുകൾ ആയിക്കോട്ടെ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിക്കോട്ടെ, ഇതിൽ വരുന്ന ING ഫോമിലുള്ള വെർബിനെ നമ്മൾ ഗ്രാമാറ്റിക്കലി വിളിക്കേണ്ടത് എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നാണ്. അതുപോലുള്ളൊരു എക്സാമ്പിൾ ഞാൻ അവിടെ പാസ്റ്റ് കണ്ടിന്യൂസിന് ഇട്ടിട്ടുണ്ട്. ഷീ വാസ് ക്രൈയിങ്. അവിടെ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ഭാഗമായിട്ടാണ് ആ വെർബ് വരുന്നത്. അഡ്രസ്സിംഗ് ദി സ്റ്റുഡൻസ്, the principal spoke about the value of extracurricular activities. അവിടെ describes an ongoing action എന്ന് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ അങ്ങനെ സംസാരിച്ചു. അപ്പൊ അവിടെ ആ അഡ്രസ് ചെയ്തുകൊണ്ട് എന്നുള്ളത് സംസാരിക്കുന്ന സമയത്ത് അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഓൺഗോയിങ് ആക്ഷനെ സൂചിപ്പിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇവിടെ അഡ്രസ്സിംഗ് എന്ന് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ തന്നെ ഉപയോഗിക്കണം. സിമിലർ എക്സാമ്പിൾ ആണ് അടുത്തത്. സീയിങ് ദ അപ്രോച്ചിങ് സ്റ്റോം, ദ സെയിലേഴ്സ് ക്വിക്ലി സെക്യൂർഡ് ദ ഷിപ്പ്. അതായത് ആ സ്റ്റോം അപ്രോച്ച് ചെയ്യുന്നത് കണ്ടുകൊണ്ട്, അപ്പൊ അവരത് നിരീക്ഷിക്കുകയായിരുന്നു അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന ആ ഒരു ഓൺഗോയിങ് ആക്ഷനെ സൂചിപ്പിക്കാനാണ് സീയിങ് എന്ന് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ ഉപയോഗിച്ചത്. ഇനി വേറൊരു ടൈപ്പിൽ നമുക്ക് എങ്ങനെ പ്രസന്റ് പാർട്ടിസിപ്പിളിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അടുത്ത എക്സാമ്പിൾ. ഹാവിംഗ് ഫിനിഷ്ഡ് ദ വർക്ക്, ഹി വെന്റ് ഫോർ എ വാക്ക്. ഇവിടെ ഹാവിംഗ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വർക്ക് ഫിനിഷ് ചെയ്ത ശേഷം എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഹാവിംഗ് ഉപയോഗിച്ച് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് ഹാവിംഗ് ഉപയോഗിച്ച് അതിനുശേഷം ഒരു വേർബിന്റെ V3 ഫോം, ഇവിടെ ഫിനിഷ്ഡ് എന്നുള്ള വേർബ് അതിന്റെ V3 ഫോമിലാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതിനെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയുന്നത്. ഷോയിങ് ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ ദ മെയിൻ ക്ലോസസ് ആക്ഷൻ. അതായത് ഇതിലെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഹി വെന്റ് ഫോർ എ വാക്ക് എന്നുള്ളതാണ്. ഇതിലെ വെന്റ് മെയിൻ വെർബാണ്. ഇയാള് നടക്കാനായിട്ട് പോയതിന് മുൻപ് സംഭവിച്ച കാര്യം ഏതായിരുന്നു? അയാളുടെ വർക്ക് ഫിനിഷ് ചെയ്തു എന്നുള്ളതായിരുന്നു. അപ്പോ അതിനെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ പറയാം. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഹാവിംഗ് എന്ന് ഈ പറയുന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ ഉപയോഗിക്കും. അതിനോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു വേർബിന്റെ V3 ഫോം. ഇപ്പൊ അവിടെ ഫിനിഷ് ചെയ്തു എന്നാണ് പറയേണ്ടതെന്നുള്ളതുകൊണ്ട് ഹാവിംഗ് ഫിനിഷ്ഡ് ദ വർക്ക് എന്ന് പറഞ്ഞു. അതേപോലുള്ള ഒരു എക്സാമ്പിൾ ആണ് അടുത്തതും. ഹാവിംഗ് ബീൻ ഡെക്കറേറ്റഡ് ഫോർ ക്രിസ്മസ്, ദ റൂം ലുക്ക്ഡ് ഫെസ്റ്റീവ്. അവിടെയും പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ്, പക്ഷേ അത് പാസീവ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. എന്തുകൊണ്ടാണ് പാസീവ് എന്ന് പറയാൻ കാരണം? ഇത് പാസീവ് വോയിസിലുള്ള വേർബാണ്. കാര്യം ഇവിടെ ബീൻ കൂടിയുണ്ട്. ഓക്കെ, ഹാവിംഗ് ബീൻ ഡെക്കറേറ്റഡ്. ഈ ബീൻ നമുക്ക് നേരത്തെ ഉള്ള എക്സാമ്പിളിൽ ഉണ്ടായിരുന്നില്ല. ഹാവിംഗ് ഫിനിഷ്ഡ് ദ വർക്ക് എന്നേ പറഞ്ഞോളൂ. എന്ന് വെച്ചാൽ ഹാവിംഗ് കഴിഞ്ഞ് അവിടെ V3 ഫോമിനെ ജസ്റ്റ് പ്ലേസ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ ഹാവിംഗ് കഴിഞ്ഞ് ബീൻ കഴിഞ്ഞ് ഒരു V3 ഫോം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്റ്റീവ് അല്ല, പാസീവ് ആണ്. ഈ കേസിൽ ഇത് ആക്റ്റീവ് വോയിസിലുള്ള വേർബാണ്. ഇത് പാസീവ് വോയിസിലുള്ള പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെയും ഈ ഡെക്കറേഷൻ കഴിഞ്ഞതിന് ശേഷം
ആരാലോ റൂം ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടു, അതിനുശേഷം ആ റൂം വളരെ ഫെസ്റ്റീവ് ആയിട്ട് കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. സോ സംബഡി ഡെക്കറേറ്റഡ് ദ റൂം, അതവിടെ ആരാലോ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള മീനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ പാസീവ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിൽ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പൊ അത്രയുമാണ് പ്രസന്റ് പാർട്ടിസിപ്പിളിന്റെ ഫങ്ഷൻസ് പറയാനുള്ളത്. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഒരു വേർബിന് V1, V2, V3 ഫോംസ് ഉണ്ട്. അതിൽ V3 ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിളിനെ പോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരു നൗണിന്റെ മോഡിഫയർ ആയി നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ഫസ്റ്റ് എക്സാമ്പിൾ അല്ല, ഏറ്റവും അവസാനത്തേതിൽ നിന്ന് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. ദിസ് ഇസ് എ ബ്രോക്കൺ ചെയർ. അതില് ചെയർ എന്ന നൗണിന്റെ മോഡിഫയർ ആണ് ബ്രോക്കൺ എന്നുള്ള V3 ഫോമിലുള്ള പാർട്ടിസിപ്പിൾ. ഓക്കെ, ബ്രോക്കൺ എന്നുള്ളത് ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ, അങ്ങനെയല്ലേ? അപ്പോ ആ V3 അവിടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത്, നൗണിന്റെ മോഡിഫയർ ആണ്. ഇനി അതേ കാര്യം തന്നെ അഡ്ജക്റ്റീവ് ആയിട്ട് മറ്റൊരു സെന്റൻസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഐ ഫീൽ ടയേർഡ്. ഇവിടെ ഐ സബ്ജക്റ്റ് ആണ്, ഫീൽ വേർബാണ്, ടയേർഡ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്? ടയേർഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്. അപ്പൊ അവിടെ ടയേർഡ് എന്നുള്ള ഈ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വെർബിന്റെ ഭാഗമല്ല, ആ സെന്റൻസിലെ അഡ്ജക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ് ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി അതിൽ അഡ്ജക്റ്റീവ് ആണ്. അതേപോലെ അഡ്ജക്റ്റീവ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന് നൗണിന് മുൻപും ഉപയോഗിക്കാം, ഒന്ന് വെർബിന് ശേഷവും ഉപയോഗിക്കാം. വെർബിന് ശേഷം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രെഡിക്കേറ്റീവ് യൂസ് എന്ന് പറയും. നൗണിന് മുൻപ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആട്രിബ്യൂട്ടീവ് യൂസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നൗണിന് മുൻപായിട്ട് അതിന്റെ ക്വാളിറ്റി കാണിക്കുന്ന തരത്തിൽ കൊടുക്കുക, അങ്ങനെ. അപ്പൊ ഇവിടെ ഞാൻ അതിനെ പ്രെഡിക്കേറ്റീവ് ആയിട്ട് ഫീൽ എന്ന വെർബിന് ശേഷം ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോ അവിടെയും നമുക്ക് ആ V3യെ അഡ്ജക്റ്റീവിന്റെ ഫോമിൽ കാണാൻ പറ്റും. ഇനി ഫസ്റ്റ് സെന്റൻസ് നോക്കിയാ, ഐ ഹാവ് മെറ്റ് ഹിം. അവിടെ ഞാൻ മെറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ആ വേർബ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ മെയിൻ വെർബിന്റെ V3 ഫോം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ വേർബിന്റെ ഭാഗമാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ എടുത്താൽ ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഫോർ വി അറൈവ്ഡ്. അവിടെ ലെഫ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഹാഡ് ലെഫ്റ്റ് എന്നുള്ള വെർബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് ടെൻസ് ആണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോ പ്രസന്റ് പെർഫെക്റ്റിനെ പോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റിലും ഈ V3 വെർബിന്റെ ഭാഗമായി വരും. ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ബൈ നെക്സ്റ്റ് വീക്ക്. അപ്പൊ ഇവിടെ വെർബിന്റെ ഭാഗമായിട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് വിൽ ഹാവ് ഫിനിഷ്ഡ് എന്നുള്ളത്. ഇവിടെയും നമ്മൾ V3യെ, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഭാഗമായി കണ്ടു. The mobile phone was invented by Motorola. അപ്പൊ ഇവിടെ was invented എന്നുള്ളതാണ് verb അല്ലെ? was invented എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പാസീവ് വോയിസിലാണ് വെർബ് ഉള്ളത്. അപ്പൊ പാസീവ് വോയിസിൽ നമ്മൾ എപ്പോഴും മെയിൻ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 ഫോം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ ഇൻവെന്റഡ് എന്നുള്ളത് അതിന്റെ V3 ഫോമിലാണ്. അപ്പൊ നമ്മൾക്ക് എന്ത് മനസ്സിലായി? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അത് ഏതൊക്കെ ടെൻസിന്റെ ഭാഗമായി വരുന്നു? പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നുണ്ട്, പാസ്റ്റ് പെർഫെക്റ്റിൽ വരുന്നുണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇതേ പാസ്റ്റ് പാർട്ടിസിപ്പിളിന് നൗണിന്റെ മുൻപാകെയോ അല്ലെങ്കിൽ ഈ ലിങ്കിങ് വെർബുകൾക്ക് ശേഷമോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അവയ്ക്ക് അഡ്ജക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ പാസീവ് വോയിസിലുള്ള വെർബാണെന്നുണ്ടെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ഈ V3 ഉണ്ടാവും, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാവും. അപ്പൊ അത്രയുമാണ് നമുക്ക് ജെറൻസ്, ഇൻഫിനിറ്റീവ്സ്, പാർട്ടിസിപ്പിൾസ് അവയുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം.
I always enjoy to read books. അവിടെ ടു റീഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് 1, 2, 3 ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഐ ഓൾവേസ് എൻജോയ് ടു റീഡ്, എൻജോയ് എന്നുള്ള വേർബ് കഴിഞ്ഞിട്ട് ഒരിക്കലും ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാറില്ല. ഐ ഓൾവേസ് എൻജോയ് റീഡിങ് എന്നാണ് വരിക. ഓക്കെ, എൻജോയ് എന്നുള്ള വേർബിനെ കഴിഞ്ഞ് ഒരിക്കലും ഇൻഫിനിറ്റീവിൽ വെർബ് ഉപയോഗിക്കില്ല. പിന്നെയോ ജെറണ്ടിലാണ് ഉപയോഗിക്കുക. എവിടെ വെർബല്ല, ശരിക്കും അത് ഒബ്ജക്റ്റ് ആണ്. ഐ ഓൾവേസ് എൻജോയ് റീഡിങ് ബുക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ റീഡിങ് ബുക്സ് എന്നുള്ള ജെറണ്ട് ഫ്രേസ് എന്താണ്? GP ആസ് ഒബ്ജക്റ്റ്. അങ്ങനെയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാ, ഹി ഗേവ് അപ്പ് ടു ട്രാവൽ ബൈ എയർ. ഇവിടെ ഹി സബ്ജക്റ്റ് ആണ്, ഗേവ് അപ്പ് അല്ലേ വേർബ്, ടു ട്രാവൽ ബൈ എയർ. ഹി ഗേവ് അപ്പ് ടു ട്രാവൽ. ഈ ഗിവ് അപ്പ് കഴിഞ്ഞാലും നമുക്ക് ടു ട്രാവൽ എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല, അതായത് ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെയോ ട്രാവലിംഗ് എന്ന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോ ട്രാവലിംഗ് എന്ന ജെറണ്ടാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഹി ഗേവ് അപ്പ് ട്രാവലിംഗ് ബൈ എയർ. അപ്പൊ ചില വേർബുകളെ കഴിഞ്ഞ് നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലതിൻ്റെ ഒപ്പം ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യാം, ചിലതിൻ്റെ ഒപ്പം ജെറണ്ട് യൂസ് ചെയ്യാം. അങ്ങനെയാണ്. ഹി ഈസ് ടു വീക്ക് ടു വാക്കിംഗ് ഹോം. ആ സെന്റൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ടു വാക്കിംഗ് എന്നുള്ളത് തെറ്റാണെന്നുള്ളത്. അപ്പൊ എന്താണ് അവിടെ വരിക? ഹി ഈസ് ടു വീക്ക് ടു വാക്ക് ഹോം എന്നാണ് വരിക. അതായത് ടു വാക്കിംഗ് ഹോം എന്നുള്ളത് തെറ്റാണ്. ടു കഴിഞ്ഞാൽ നമ്മൾ ബേസ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ ടു വാക്ക് എന്നാണ് ശരി. മൈ ഫേവറേറ്റ് പാസ് ടൈം ഈസ് ഡാഷ്. അവിടെ ലിങ്കിങ് വെർബാണ് ഈസ് എന്നുള്ളത്. ലിങ്കിങ് വെർബിനെ കഴിഞ്ഞ് വരേണ്ടത് ടു പ്ലസ് വെർബ് ഇൻഫിനിറ്റീവ് ആണോ അതോ ജെറണ്ട് ആണോ എന്ന് ആലോചിക്കുക. ഏതാ വരിക? ജെറണ്ട് ആണ് ഇവിടെ കറക്റ്റ് ആയി വരിക. മൈ ഫേവറേറ്റ് പാസ് ടൈം ഈസ് സ്വിമ്മിങ്. ടു സ്വിം എന്നുള്ളത് അല്ല, സ്വിമ്മിങ് ആണ് കറക്റ്റ് ആവുക. He is looking forward to dash his aunt in Chicago. അപ്പൊ അവിടെ ടു വിസിറ്റിംഗ് എന്നാണോ, ടു വിസിറ്റ് എന്നാണോ, ടു വിസിറ്റഡ് എന്നാണോ, ടു വിസിറ്റിംഗ് എന്നാണോ, ഏതാണ് കറക്റ്റ് ആയി വരിക? He is looking forward to വിസിറ്റ് എന്നാണ് കറക്റ്റ് ആയിട്ട് വരിക. ടു പ്ലസ് ബേസ് ഫോം ആണ്. ഈ ലുക്ക് ഫോർവേഡ് കഴിഞ്ഞു വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാം. Dash in this growing line is making me late for work. To stand എന്നുണ്ട്, stood എന്നുണ്ട്, standing എന്നുണ്ട്, for standing എന്നുണ്ട്. അപ്പൊ ഇതില് stood, for standing ഇത് രണ്ടും തെറ്റാണെന്നുള്ളത് ഉറപ്പാണ്. ഇനി ടു സ്റ്റാൻഡ് എന്ന് വരുമോ സ്റ്റാൻഡിങ് എന്ന് വരുമോ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. രണ്ടും ശരിയല്ലേ എന്ന് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു ഫ്രേസിന്റെ ഭാഗമായിട്ടല്ലേ വേണ്ടത്. അപ്പൊ അവിടെ ആ ഫ്രേസിനെ കൃത്യമായിട്ട് മീനിങ് വൈസ് കൊണ്ടുവരാൻ പറ്റുക ജെറണ്ടിനാണ്. സ്റ്റാൻഡിങ് ഇൻ ദിസ് ഗ്രോയിങ് ലൈൻ ഈസ് മേക്കിംഗ് മീ ലേറ്റ് ഫോർ വർക്ക്. അപ്പൊ ഈ സ്റ്റാൻഡിങ് ഇൻ ദിസ് ഗ്രോയിങ് ലൈൻ എന്നുള്ളത് എന്താണ്? ജെറണ്ട് ഫ്രേസ് ആണ്. അതിലെ ഒരു എലമെന്റ് ആണ് സ്റ്റാൻഡിങ് എന്നുള്ള ജെറണ്ട്. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. എ ഹൈസ്കൂൾ സ്റ്റുഡന്റ് ഈസ് നോട്ട് ഈവൻ അണ്ടർസ്റ്റാൻഡിങ്
the basics of chemistry and physics. ഇത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ബാക്കി വെച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ ഞാനത് എടുത്ത് ഡിസ്കസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു കൊണ്ടുതന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ് അതിന്റെ മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എ ഹൈസ്കൂൾ സ്റ്റുഡൻറ് ഈസ് നോട്ട് ഈവൻ അണ്ടർസ്റ്റാൻഡിങ്, ഈസ് നോട്ട് ഈവൻ അണ്ടർസ്റ്റാൻഡിങ് എന്ന് അങ്ങനെ പ്രസന്റ് കണ്ടിന്യൂസിൽ വെർബ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻറ്റിന് മനസ്സിലാകുന്നില്ല എന്ന് പറയാൻ സിമ്പിൾ പ്രസന്റിൽ ആ വെർബിനെ പറയേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ സിമ്പിൾ പ്രസന്റിൽ പറയുമ്പോൾ ആ വെർബ് നമുക്ക് എങ്ങനെയാ കറക്റ്റ് ചെയ്യാൻ പറ്റുക? ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ഈവൻ. ഈ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ സെന്റൻസ് കറക്റ്റ് ആവും. എ ഹൈസ്കൂൾ സ്റ്റുഡന്റ് does not understand even the basics of chemistry and physics. അത് പ്രസന്റ് കണ്ടിന്യൂസി പറയേണ്ട കാര്യമല്ല. പ്രസന്റ് കണ്ടിന്യൂസി പറയുകയാണെങ്കിൽ അതൊരു കണ്ടിന്യൂയിങ് ആക്ഷൻ ആയിരിക്കണം. ഇവിടെ മനസ്സിലാവുന്നില്ല എന്നൊരു ഫാക്റ്റ് ആണ് പറയുന്നത്. സോ അതിനെ സിമ്പിൾ പ്രസന്റ് പറഞ്ഞാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എടുത്താൽ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീഡ് ഈച്ച് സിറ്റിസൺ ഈക്വൽ റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ്. അവിടെ ഗ്യാരണ്ടീഡ് എന്നുള്ള വെർബ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെന്ന് മനസ്സിലായല്ലോ. അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണോ വേണ്ടത്? ശരിക്കും അല്ല. കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോഴും ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യമാണത്. സോ ഇറ്റ് ഷുഡ് ബി പ്രസന്റഡ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ്. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക? ഇന്ത്യ ഗ്യാരണ്ടീസ് എന്ന സെക്കൻഡ് ഓപ്ഷൻ അല്ലേ വരിക? ഗളിവേഴ്സ് ട്രാവൽസ് ആർ ആൻ ഇൻട്രസ്റ്റിംഗ് നോവൽ. ഇവിടെ ഗളിവേഴ്സ് ട്രാവൽസ് എന്നുള്ളത് ആ ബുക്കിന്റെ പേരാണ്, നോവലിന്റെ പേരാണ്. ഓക്കെ, അതിനർത്ഥം അത് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ പ്ലൂരൽ ആണ് എന്നല്ല. ഒറ്റ ബുക്കിന്റെ പേരാണ് ഗളിവേഴ്സ് ട്രാവൽസ് എന്നുള്ളത്. അപ്പൊ അവിടെ ആർ ആവശ്യമുണ്ടോ? ഇല്ല. ഈസ് ആണ് അവിടെ കറക്റ്റ് വെർബായിട്ട് വരേണ്ടത്. ഗളിവേഴ്സ് ട്രാവൽസ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് നോവൽ. A pair of shoes have been purchased by me. അവിടെ a pair of shoes എന്നതല്ലേ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എങ്ങനെ മനസ്സിലാക്കും? a pair. ആ പെയർ എന്ന് പറയുന്നത് രണ്ടെണ്ണം ചേരുന്നതാണെങ്കിലും അതിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കണക്കാക്കുക. രണ്ടും ചേരുന്ന ഒരു യൂണിറ്റ്. അപ്പൊ അതനുസരിച്ച് ആ സബ്ജക്റ്റിന്റെ ഭാഗമായ ഫ്രേസ് a pair of shoes അത് സിംഗുലർ അല്ലേ? അങ്ങനെയാവുമ്പോ വെർബ് സിംഗുലർ ആയിട്ടല്ലേ വേണ്ടത്? അവിടെയുള്ള വെർബ് സിംഗുലർ ആണോ? അല്ല, ഹാവ് ബീൻ എന്നാണ്. സിംഗുലർ ആവണമെങ്കിൽ എന്ത് വേണം? ഹാസ് ബീൻ എന്ന് വേണം. അപ്പോ ഓപ്ഷൻ നമ്പർ 1 അനുസരിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യുന്നു. എ പെയർ ഓഫ് ഷൂസ് ഹാസ് ബീൻ പർച്ചേസ്ഡ് ബൈ മീ. Either Vijay or Vimal are going to be selected for the match. ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഐദർ ഓർ, നൈദർ നോർ. ഇവയൊക്കെ കൺജങ്ഷൻസ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ രണ്ട് സബ്ജക്റ്റുകളെയും നോക്കണം. ഇപ്പൊ ഇവിടെ രണ്ട് പേരാണ്, ഒന്ന് വിജയ് ഒന്ന് വിമൽ. രണ്ടുപേരും സിംഗുലർ ആണ്. അപ്പൊ പിന്നെ എനിക്ക് അതേ കഴിഞ്ഞിട്ടുള്ള വെർബ് എങ്ങനെ ആർ യൂസ് ചെയ്യാൻ പറ്റും? ഈസ് അല്ലേ കറക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഓപ്ഷൻ നമ്പർ 2 ആണ് റൈറ്റ് ആൻസർ. One of my friend is an engineer. ഫ്രണ്ട്സിൽ ഒരാൾ എന്ന് പറയണമെങ്കിൽ അവിടെ ഫ്രണ്ട് എന്ന് മതിയോ സിംഗുലർ മതിയോ? പോരാ, ഫ്രണ്ട്സ് എന്ന് പ്ലൂറൽ ആയിട്ട് വേണം. അപ്പൊ അവിടെ എങ്ങനെ കറക്ഷൻ ചെയ്യണം? വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, ഓപ്ഷൻ നമ്പർ 1. Some players on the team suffer from chronic knee problems and will not play in the next playoff. അവിടുത്തെ സബ്ജക്റ്റിന്റെ ഭാഗമാണ് സം പ്ലേയേഴ്സ് ഓൺ ദ ടീം. അപ്പൊ അവിടെ കറക്ഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സം പ്ലേയേഴ്സ് ഓൺ ദ ടീം സഫേഴ്സ്. സം പ്ലേയേഴ്സ് പ്ലൂറൽ ആണ്. അപ്പൊ നമുക്ക് സിംഗുലർ ആയിട്ട് സഫേഴ്സ് എന്ന് വെർബ് ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ സഫേർഡ് എന്ന് രണ്ടാമത്തെ ഓപ്ഷനിൽ ടെൻസ് ചേഞ്ച് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. ടെൻസ് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം മുഴുവൻ സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ചില പ്ലേയേഴ്സിന് ബുദ്ധിമുട്ടുണ്ട്, ക്രോണിക് നീ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് അവർ കളിക്കില്ല
ഇപ്പൊ നീ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് ഫ്യൂച്ചറിൽ അവർ കളിക്കാത്തത്. ഇപ്പൊ നീ പ്രോബ്ലംസ് ഉണ്ടെന്ന് പറയാൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് വേണ്ടേ? സിമ്പിൾ പാസ്റ്റ് പറ്റുമോ? ഇല്ല. അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓപ്ഷനും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തേതില് സം പ്ലെയർ ഓൺ ദ ടീം സഫർ. സം കഴിയുമ്പോ പ്ലെയർ എന്ന് വെക്കാൻ പറ്റില്ല. ഒരു പ്ലെയർ അല്ല. സം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ട്. അപ്പൊ സം പ്ലെയേഴ്സ് എന്ന് വേണം. അവിടെയും മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ 3 ഓപ്ഷനും വെച്ച് ഇത് റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല. ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ് ആ സെന്റൻസ്. ഓക്കെ, അപ്പൊ നോ ഇംപ്രൂവ്മെന്റ് ആണ് അതിന്റെ ഓപ്ഷൻ. As soon as winter sets in, the number of tourists start increasing suddenly. ഇവിടെ the number of tourists start increasing എന്ന ഭാഗം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. The number of tourists are increased ആണ് ഒരു ഓപ്ഷൻ. അവിടെ നമ്പർ എന്നതിനെ മാറ്റിയിട്ട് എമൗണ്ട് എന്നാക്കിയിരിക്കുന്നു. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ടൂറിസ്റ്റുകളുടെ എണ്ണം എന്ന് പറയുന്നതിന് നമ്പർ എന്നുള്ള വേർഡ് തന്നെ വേണം. പിന്നെ ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഇൻക്രീസസ് മൂന്നാമത്തെ ഓപ്ഷനും ഉണ്ട്. ഇപ്പൊ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് സ്റ്റാർട്ട് ഇൻക്രീസിങ് എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടൂറിസ്റ്റുകളുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയാൻ ഇൻക്രീസ് എന്നുള്ള വെർബ് യൂസ് ചെയ്താൽ പോരെ? എന്തിനാണ് സ്റ്റാർട്ട് ഇൻക്രീസ് എന്ന് യൂസ് ചെയ്യുന്നത്? അപ്പോ ഇതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഇൻക്രീസസ്. എന്തുകൊണ്ടാണ് ഇൻക്രീസസ് എന്ന് വന്നത്? ഈ ഒരു ഫ്രേസ്, അതായത് ഇത്രയും ഭാഗത്തെ മാത്രം എടുത്താൽ ദ നമ്പർ ഓഫ് ടൂറിസ്റ്റ് എന്നുള്ളതിലെ നമ്പർ സിംഗുലർ ആണ്. നമ്പർ ആണ് അതിലെ സെൻട്രൽ നൗൺ. അത് സിംഗുലർ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫ്രേസ് തന്നെ സിംഗുലർ ആവുകയാണ്. ടൂറിസ്റ്റുകളുടെ നമ്പർ എന്നാണ്. അപ്പോ അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യണം? വെർബ് അവിടെ ഇൻക്രീസസ് എന്ന സിംഗുലർ ആക്കണം. അപ്പൊ ഓപ്ഷൻ 3 അനുസരിച്ച് ഇതിനെ കറക്റ്റ് ചെയ്യാം. Most of the non-Western countries have been subject either to total colonial rule or varying degrees of economic control, and their native population has either been destroyed or westernized. ഇവിടെ have been subject to, subject either to, ഇത്രയും ഭാഗത്തെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് അവർ തന്നിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ നോൺ വെസ്റ്റേൺ കൺട്രീസ് ഹാവ് ബീൻ എന്നതിന് പകരം ഹാസ് ബീൻ എന്ന് വേണമോ, ഐദർ ഹാവ് ബീൻ സബ്ജക്ട് ടു എന്ന് വേണമോ, അല്ലെങ്കിൽ ഹാവ് ബീൻ ഐദർ സബ്ജക്റ്റഡ് ടു എന്ന് വേണമോ? അങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ ആ ഭാഗത്തെ ഒന്നുകൂടെ നോക്കാം. മോസ്റ്റ് ഓഫ് ദ നോൺ വെസ്റ്റേൺ കൺട്രീസ് ഹാവ് ബീൻ സബ്ജക്ട് ഐദർ ടു ടോട്ടൽ കൊളോണിയൽ റൂൾ ഓർ വേരിയിങ് ഡിഗ്രീസ് ഓഫ് ഇക്കണോമിക് കൺട്രോൾ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ പ്രകാരമാണെങ്കിൽ ഹാസ് ബീൻ സബ്ജക്ട് ടു ഐദർ എന്നാണ് വരുന്നത്. അതായത് ഈ ഐദർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ടു എന്നുള്ള പ്രിപ്പോസിഷൻ കഴിഞ്ഞു വേണം അതിനെ യൂസ് ചെയ്യാൻ. ഓക്കെ, സബ്ജക്ട് ടു ഐദർ, അതിനുശേഷം ഓർ, അങ്ങനെയാണ് അത് വരേണ്ടത്. അപ്പോ അതനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ നമ്പർ 1 ആണ്. ഇവിടെ മോസ്റ്റ് ഓഫ് ദ വെസ്റ്റേൺ കൺട്രീസ്, ഈ മോസ്റ്റ് നമ്മൾ സിംഗുലർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. സ്വാഭാവികമായും അതിനനുസരിച്ച് ഇവിടുത്തെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹാസ് എന്ന് സംഭവിക്കും. ഹാസ് എന്നായിട്ട് അത് മാറും. ഹാവ് അവിടെ ഇൻകറക്റ്റ് ആണ്, ഹാവ് പ്ലൂരൽ ആണ്. ആ ഫ്രേസ് സിംഗുലർ ആണ്. മോസ്റ്റ് ഓഫ് ദ വെസ്റ്റേൺ കൺട്രീസ് ഹാസ് ബീൻ subject to either total colonial rule or varying degrees of economic control, and their native population has either been destroyed or westernized എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ടാക്സ് പേയേഴ്സ് ആർ ടു ബി കോൺഷ്യസ് ഓഫ് ദെയർ പ്രിവിലേജസ്. ഇവിടെ ആർ ടു ബി, ടാക്സ് പേയേഴ്സ് അവരുടെ പ്രിവിലേജസിനെ കുറിച്ച് കോൺഷ്യസ് ആവണം എന്ന് പറയാൻ ആർ ടു ബി എന്ന് പോരാ, പിന്നെയോ ഹാവ് ടു ബി എന്ന് വേണം. അങ്ങനെയല്ലേ വരിക? അവർ അങ്ങനെ ആകണം എന്ന് പറയാൻ നമുക്ക് ആർ ടു ബി എന്ന് യൂസ് ചെയ്യുന്നത് ഇൻകറക്റ്റ് ആണ്.
Covering 30 kilometers in 30 minutes are not a great distance using a brand new car. ഇവിടെ are not a great distance എങ്ങനെ നമുക്ക് മാറ്റാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കവറിംഗ് 30 kilometers in 30 minutes എന്ന് പറയുമ്പോൾ ഒരു ദൂരത്തേക്ക് അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ടോട്ടൽ ആ ഒരു ഡിസ്റ്റൻസിനെയാണ് അവിടെ കവറിംഗ് 30 kilometers എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് 1 യൂണിറ്റ്. അങ്ങനെയാകുമ്പോൾ അതിനെ നമ്മൾ സിംഗുലർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതിനെ ഫോളോ ചെയ്ത് വരുന്ന വെർബ് സിംഗുലർ ആവണം. അപ്പൊ എങ്ങനെ വരും? കവറിംഗ് 30 kilometers in 30 minutes ഈസ് നോട്ട് എ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. ഓപ്ഷൻ നമ്പർ 4 അല്ലേ കറക്റ്റ് ആൻസർ ആവുക? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 എടുത്താൽ റിവർ ദാമോദർ ഇൻ വെസ്റ്റ് ബംഗാൾ ക്യാരി ദ എഫ്ലുവൻസ് ഫ്രം ദ ദുർഗാപൂർ ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഫോർ മൈൽസ്. ഇവിടെ റിവർ ദാമോദർ ഇൻ വെസ്റ്റ് ബംഗാൾ എന്നുള്ള സബ്ജക്റ്റ് സിംഗുലർ അല്ലേ? സിംഗുലർ ആണ്. സിംഗുലർ ആവുമ്പോൾ അതിനെ ഫോളോ ചെയ്ത് വരുന്ന വെർബ് എങ്ങനെ ആവണം? സിംഗുലർ ആവണം. അവിടെ ക്യാരി എന്ന് പ്ലൂരലല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം? ക്യാരീസ് ദ എഫ്ലുവൻസ് എന്നാണ്. അതായത് സെക്കൻഡ് ഓപ്ഷൻ ആണ് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ മദർ വിത്ത് ഹർ ചിൽഡ്രൻ വേർ എക്സ്പെക്റ്റഡ്. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആസ് വെൽ ആസ്, അലോങ് വിത്ത്, വിത്ത് ഇങ്ങനെ ഉള്ള വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് വെച്ചിട്ട് ഒരു പാരന്തറ്റിക്കൽ അഡീഷൻ ആയിട്ട് സബ്ജക്റ്റിനോട് നമ്മൾ മറ്റൊന്നിനെ ചേർക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് വെർബ് വരുന്നത്. അപ്പൊ അവിടെ ദ മദർ സിംഗുലർ അല്ലേ സബ്ജക്റ്റ്, ഫസ്റ്റ് സബ്ജക്റ്റ്. അപ്പോ അതിനനുസരിച്ച് ഇവിടെ വെർബ് വേറാണോ? അല്ല. ഏതാ? വാസ് ആണ്. അപ്പോ ഓപ്ഷൻ നമ്പർ 1 അനുസരിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോ അത്രയുമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക് അനുസരിച്ചിട്ട് വീണ്ടും ക്ലാസ്സുകൾ വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുക. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. സോ താങ്ക് യു ഓൾ. സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.